ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെസ്റ്റ് സൺസ്ക്രീൻസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ പല തരത്തിലുള്ള സൺസ്ക്രീൻസും ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്, കുറേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറേ തന്നെ ബ്രാൻഡ്സിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പരിചയമുള്ള ബ്രാൻഡ്സിൻ്റെ എല്ലായിരിക്കാം ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എല്ലാ ബ്രാൻഡ്സിൻ്റെയും ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറേ ബ്രാൻഡ്സിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുറച്ചും കൂടിയും നല്ലതെന്ന് തോന്നിയ കുറച്ച് ബ്രാൻഡ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തിനാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്? ഇപ്പോഴും കുറേ പേര് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോൾ കൂടി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്, ആ ഒരു ഡീറ്റെയിൽസും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു 2 സൺസ്ക്രീൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൻ്റെ കവറും കൂടി എടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ബ്ലോക്ക് സൺസ്ക്രീൻ ജെൽ എന്ന് പറഞ്ഞിട്ട് ഒരു സൺസ്ക്രീനാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് UVA UVB അങ്ങനെ കുറേ റേസുകളുണ്ട്, ബ്ലൂ ലൈറ്റ്സ്, അങ്ങനെ കുറേ റേസുകളുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മെയിനായിട്ടും നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ടും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. UVA UVB 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ IR, പൊല്യൂഷൻ, ഇതിൽ നിന്നും ഒക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകും. അപ്പം ആദ്യം തന്നെ നമ്മൾ ആ ഒരു കാര്യമാണ്, നിങ്ങളിപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് സൺസ്ക്രീൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. ഞാൻ അതിൽ നോക്കിയിട്ട് ഓടിയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു വീഡിയോ നമ്മൾ വെറുതെ അങ്ങനെ പോയി ചെയ്യല്ലോ, നമ്മൾ കുറച്ചൊരു റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ ഒരു മെയിനായിട്ടും നമ്മുടെ ഈ ഒരു UVA UVB റേസ് ഒക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിൽ ആവണം നമ്മുടെ സൺസ്ക്രീൻ കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു നല്ലൊരു സൺസ്ക്രീനാണ്. ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയട്ടെ. ഇതിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എനിക്ക് മെയിനായിട്ടും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതെന്നും. അതുപോലെ തന്നെ Z Block എന്ന് പറഞ്ഞിട്ട് ഒരു സൺസ്ക്രീനാണ് അടുത്തത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാക്കേജിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് മെയിനായിട്ടും UVA അതുപോലെ തന്നെ PA+++ ബ്രോഡ് സ്പെക്ട്രാണ്. അപ്പോൾ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് UVA ആൻഡ് UVB ആയിട്ട് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സിങ്ക് ഓക്സൈഡ് സൺസ്ക്രീൻ ജെല്ലാണ്. അപ്പം ഞാനെങ്ങനെ ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ. നമുക്ക് മെയിനായിട്ടും ഈ സൺസ്ക്രീനിൽ എന്താണ് സിങ്ക് വേണോ ഇല്ലയോ എന്നൊക്കെ നോക്കുമ്പോൾ മെയിനായിട്ട് നമ്മുടെ സൺസ്ക്രീനിൽ സിങ്കാണ് മെയിൻ കണ്ടന്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ ആണ് ഈ ഒരു സൺസ്ക്രീൻ കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് SPF ആണ്. SPF പണ്ടൊക്കെ നമ്മൾ SPF 15+ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, SPF 30+ ആക്കി. പിന്നെ ഇപ്പോഴത്തെ ഒരു വെയിലിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഞാനിപ്പോൾ SPF 50+ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും SPF 50+ ആണ്. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ചില സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം. ചില സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുട്ടിയടിച്ച പോലെ ഉണ്ടാവും. എനിക്കത് ഇഷ്ടേ അല്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഞാനിപ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. നല്ല ഒരു മോയ്സ്ചറൈസർ പോലെയാണ് രണ്ടും കേട്ടോ. എനിക്ക് ഇതിൽ രണ്ടിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. തീരെ ഒരു വ്യത്യാസം പോലെ തോന്നുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് നമ്മുടെ ഏതാണ് Z Blockൻ്റെ ആണ്. ഇത് ഞാനിപ്പോൾ 360 ബ്ലോക്ക് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഇതിടുന്നത് കേട്ടോ. ഇതും രണ്ടും ഒരേപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ മാറി മാറി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് കണ്ടോ. അപ്പോൾ ശരിക്കും ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കൊരു കണ്ടോ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നുള്ളൂ. ഞാനിപ്പോൾ ആദ്യത്തെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു പാച്ചസോ ഒന്നുമില്ല. ശരിക്കും നമ്മുടെ സ്കിന്നിൽ ശരിക്കും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കണ്ടോ. അത്രയും നല്ലതാണ്. ഇനി ഇത് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ കാണിച്ചില്ല കേട്ടോ. കണ്ടോ
ശരിക്കും നന്നായിട്ട് രണ്ടും കണ്ടോ, ശരിക്കും ഒരേപോലെ ശരിക്കും നന്നായിട്ട് ബ്ലെൻഡായി വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് ഇതിലത്തെ മെയിനായിട്ടും രണ്ടും എനിക്ക് ഇഷ്ടമായത്. ഞാൻ പറയാം, ഇപ്പോൾ വോവിൻ്റെ സൺസ്ക്രീൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. അത് വോവിൻ്റെ സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുട്ടിയടിച്ച പോലെ നമുക്ക് തോന്നും. ഞാനത് വാങ്ങിച്ച് ഒരു 2 ദിവസം യൂസ് ചെയ്തപ്പോഴേക്കും എനിക്കത് പിന്നെ ഇടാനേ തോന്നുന്നില്ല, ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അത്. അപ്പം അങ്ങനത്തെ ലോഷൻസ് എനിക്ക് ഇഷ്ടമില്ല. അതുപോലെ തന്നെ പണ്ടത്തെയൊക്കെ ലാക്മേയുടെ ഒക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു ഭയങ്കരമായിട്ട് നമ്മൾ വേർക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് കാണാം. അപ്പം അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ, നിങ്ങൾക്ക് എങ്ങനത്തെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൂടി ഉള്ള 2 സൺസ്ക്രീൻസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് രണ്ടും ഞാൻ പർച്ചേസ് ചെയ്ത് ഈ മെഗാ മാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴ്ത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് തന്നെ വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യണേക്കാൾ മുന്നേ തന്നെ നമ്മളൊരു അപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം. ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെയിലത്ത് ഇറങ്ങാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് കുളി കഴിഞ്ഞ് അപ്പം തന്നെ എന്ന് പറയുന്നത്. അതിന് ശേഷം നമ്മൾ പതുക്കെ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡ്രസ്സൊക്കെ ഇടുക, പിന്നെ ഭക്ഷണം കഴിക്കലോ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ടൈമായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 20 മിനിറ്റ് ഒക്കെ കിട്ടും. അപ്പോൾ ആ ഒരു 20 മിനിറ്റ് നിങ്ങൾ അതിന് ശേഷം മാത്രമാണ് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്രീമൊക്കെ സെറ്റായി വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ അതും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ 3 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ കോളേജിൽ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്യാം. എനിക്ക് എൻ്റെ സ്കിൻ ടോൺ തന്നെ മെയിനായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ എന്താ വെച്ചാൽ മുന്നൊക്കെ ഞാൻ നല്ല കളറുണ്ട്, നമ്മൾ പറയില്ലേ പണ്ട് നമ്മൾ നല്ല കളർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കളർ പോയി. അതെന്തുകൊണ്ടാണ്? ഈ ഒരു വെയിൽ കാരണം തന്നെയാണ്. അപ്പോൾ വെയിലത്ത് നടക്കുമ്പോൾ എന്തായാലും ഈ ഒരു സൺസ്ക്രീൻ ഉറപ്പായിട്ടും യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ടും പറയുകയാണെങ്കിൽ കോളേജിലൊക്കെ തൊട്ടാണ്, കോളേജിൽ എന്ന് വെച്ചാൽ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഫസ്റ്റ് ഇയർ BPT ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ മേക്കപ്പ് ഒന്നും അധികം ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കണ്ടത്. അതും പിന്നെ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ്, ഒടുക്കത്തെ വെയിലായിരുന്നു. അപ്പോൾ നന്നായിട്ടും കളർ കുറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ യൂസ് ചെയ്തത് ലാക്മേയുടെ ആയിരുന്നു. അതായിരുന്നു മെയിൻ, ഞാൻ അത് തന്നെയാണ് ഇടാറ്. പക്ഷെ അത് ഇട്ടോട് കൂടിയിട്ട് ശരിക്കും അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ പഴയ കളറൊക്കെ നമുക്ക് വന്നു തുടങ്ങി, നല്ല അടിപൊളിയായി ശരിക്കും. പിന്നീടാണ് നമ്മൾ കുറച്ചും കൂടിയൊക്കെ കെയർ ചെയ്ത് തുടങ്ങിയിട്ട് സ്കിന്നിനൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഒറ്റ ക്രീം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഡിഫറൻസ് കിട്ടി. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും, ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല ഏകദേശം നല്ല സൺസ്ക്രീൻസ് ആണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊരു പ്രൈസി ആണ്. ഒരെണ്ണം 799 ഒരെണ്ണം 869 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മൾ സൺസ്ക്രീനൊക്കെ നല്ല ബ്രാൻഡ്സിനെ നോക്കിയിട്ട് തന്നെ കുറച്ച് വില കൂടി തന്നെ വാങ്ങിച്ചാലാണ് നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഫുള്ളായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ സാധാരണ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത്. നല്ല ഒരു ബ്രാൻഡിനെ നോക്കിയിട്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക്